മണിപ്പൂരിൽ സംഘർഷത്തിന്റെ തീ ആളിപ്പടരുകയാണ്. 1.5 വർഷത്തിലധികമായി തുടരുന്ന സംഘർഷങ്ങൾക്ക് ഇനിയും അയവ് വന്നിട്ടില്ല. കലാപത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായ മണിപ്പൂരിൽ സംഭവിക്കുന്നത് എന്താണ്? മണിപ്പൂരിലെ BJP നേതാക്കളുടെ കൂട്ടരാജിയോടെ പാർട്ടി എങ്ങനെ പ്രതിസന്ധിയിലാകുമെന്ന് പരിശോധിക്കാം. മെയ്തേയ് വിഭാഗത്തിന് കൂടി പട്ടികവർഗ പദവി നൽകണമെന്ന ആവശ്യത്തിൽ നിന്നാണ് മണിപ്പൂരിൽ കലാപത്തിന്റെ പുക ഉയരുന്നത്. ഇപ്പോൾ രാജ്യത്തെ തന്നെ പിളർക്കുന്ന കലാപത്തിൽ എത്തി നിൽക്കുകയാണ് സംഘർഷം. മെയ്തേയ് വിഭാഗക്കാർക്കും പട്ടികവർഗ പദവി നൽകിയാൽ തങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്നും ഗോത്രവർഗക്കാരുടെ ഭൂമി മെയ്തേയ് വിഭാഗക്കാർ കൈയേറുമെന്നാണ് ട്രൈബൽ വിഭാഗം പറയുന്നത്. ഈ തർക്കം മണിപ്പൂരിൽ ഇരു വിഭാഗങ്ങളും ആളിക്കത്തിക്കുകയായിരുന്നു. നേരത്തെ പ്രാദേശിക സംഘർഷത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന് കൂടുതൽ അധികാരം നൽകിയിരുന്ന ആംഡ് ഫോഴ്സ് പവർ സ്പെഷ്യൽ ആക്ട് 2022 ഒഴിവാക്കിയിരുന്നു. അടുത്ത വർഷം തന്നെയാണ് സംസ്ഥാനം രക്തരൂക്ഷിതമായ കലാപത്തിലേക്ക് എത്തിയത്. ഹൈക്കോടതിയിൽ കേസുകൾ വന്നെങ്കിലും മെയ്തേയ് വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന 2003 വിധിയിലെ ഭാഗം മണിപ്പൂർ ഹൈക്കോടതി നീക്കുകയും വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മണിപ്പൂരിൽ മാസങ്ങളോളം നീണ്ടുനിന്ന കലാപത്തിന് തിരികൊളുത്തിയെന്ന് കരുതപ്പെടുന്ന വിധിയാണ് 2023 മാർച്ചിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നും പുറത്തു വന്നത്. കലാപം ഇല്ലാതാക്കാൻ മണിപ്പൂരിലെ BJP സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. സ്വന്തമായി ഭൂരിപക്ഷമുള്ളതിനാൽ സർക്കാരിനെ ഈ നടപടി ബാധിക്കില്ലെങ്കിലും NPPയുടെ ശക്തമായ പ്രതിഷേധമാണ് ഇതിലൂടെ വ്യക്തമാക്കിയത്. എന്നാൽ NPP പിന്തുണ പിൻവലിച്ചതിനു പിന്നാലെ മണിപ്പൂർ BJPയിൽ നിന്ന് 8 നേതാക്കൾ രാജിവെച്ചത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതേസമയം കുറച്ച് ദിവസങ്ങളിലായി തുടരുന്ന സംഘർഷാവസ്ഥ സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. വീടുകൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും നേരെ നിരന്തര ആക്രമണമാണ് തുടരുന്നത്. ജിരിബാമിൽ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുകയും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. സംഘർഷങ്ങളിൽ വ്യാപക വിമർശനങ്ങൾ ഉയർന്നതോടെ മണിപ്പൂരിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. വിവിധ സേനകളിൽ നിന്നായി 5000 ജവാന്മാരെയാണ് സംസ്ഥാനത്തേക്ക് അയക്കുന്നത്. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. പക്ഷേ ഒരു തരത്തിലും കെട്ടടങ്ങാത്ത മണിപ്പൂർ കലാപം നിയന്ത്രിക്കാൻ BJP നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ദേശീയ അന്തർദേശീയ വാർത്തകൾ, ഗൾഫ് വാർത്തകൾ, എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക്. ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക.